ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സോഫ്റ്റ്വെയറാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കിടിലൻ സോഫ്റ്റ്വെയർ ആണ്. മിനിറ്റൂൾ മൂവി മേക്കർ എന്നാണ് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാണ് ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇന്ന് കാണാം. മാക്സിമം എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലസ് പോയിന്റ് കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം വൈകിട്ട് നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിറ്റൂൾ മൂവി മേക്കറിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല, നമുക്ക് ഫ്രീ ആണെങ്കിൽ കൂടെ. പിന്നെ അതുപോലെ നമുക്ക് പെയ്ഡ് വെർഷനും ഇതിൽ അവൈലബിൾ ആണ്. പെയ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫ്രീ എഡിഷനിലൊക്കെ നമുക്ക് വീഡിയോ ഇല്ല, എക്സ്പോർട്ട് വീഡിയോ വിത്തൗട്ട് വാട്ടർമാർക്കൊക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ 180p നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ഇതൊക്കെയാണ്. 40% ഓഫറും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള നമുക്ക് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്രീ ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസിഷൻ, എഫക്റ്റ്, ടെക്സ്റ്റ്, മോഷൻ, എലമെൻറ്റ്സ് കൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. വളരെ സിമ്പിളായിട്ട് വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ബേസിക്കായിട്ട് എങ്ങനെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എഡിറ്റിംഗ് പാനൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീഡിയാസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇമ്പോർട്ട് മീഡിയ ഫയൽസ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട വീഡിയോ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഡെസ്ക്ടോപ്പിലുള്ള ഈ രണ്ട് ഫയൽ ഞാൻ സെലക്ട് ചെയ്യാണ്. ശേഷം ഞാൻ ഈ ഒരു ഓപ്പൺ കൊടുക്കുകയാണ്. അപ്പോൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ രണ്ട് വീഡിയോസ് നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സംഭവം നമ്മൾ എഡിറ്റിംഗ് പാനലിലേക്ക് എത്തുന്നതാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ ഇതും കൊടുത്തു കഴിഞ്ഞാൽ അതും ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഇത് കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കൾസർ നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾ ഈ ഒരു കൾസർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കത്രികയിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺഡു അടിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെങ്ങനെ ട്രാൻസിഷൻ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി നമുക്കിവിടെ ട്രാൻസിഷൻ കാണാം. ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരുപാട് ട്രാൻസിഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രാൻസിഷനാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസിഷൻ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ ആ ട്രാൻസിഷൻ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഈ കൾസർ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷൻ അവിടെ ആഡ് ആവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ട്രാൻസിഷൻ ആഡ് ആയിട്ട് ഇങ്ങനെയാണ് ഇതിൽ ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസിഷൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അപ്ലൈ ടു ഓൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലിപ്പിൻ്റെ മിഡിലും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു എഫക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് എഫക്ട്സുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എഫക്ട്സ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് എഫക്ട്സ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രീവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കത് അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ പ്രീവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് അവിടെ അപ്ലൈ ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ മൗസിൽ ലെഫ്റ്റ് ബട്ടൺ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് നമുക്ക് പോകുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ കാണാൻ സാധിക്കും കോൺട്രാസ്റ്റ്, സാറ്റുറേഷൻ, ബ്രൈറ്റ്നസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് സാറ്റുറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ആവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ് ഇവിടെ ടെക്സ്റ്റിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ജസ്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന. ഞാനിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അത് സെൻട്രൽ ലൈൻ ചെയ്യണമെങ്കിൽ സെൻട്രൽ ലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആണെങ്കിൽ ഇറ്റാലിക് ആക്കാം. കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്കും ഇവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങളും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ മോഷൻ എന്ന് കാണാം. ഈ ഒരു മോഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മോഷൻ എഫക്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു മോഷൻ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ വീഡിയോ അങ്ങോട്ട് ചെരിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മോഷൻസ് എഫക്റ്റ് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ എലമെൻറ്റ്സ് എന്ന് കാണാം. ഈ ഒരു എലമെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് എലമെൻറ്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാറ്റഗറിയിലുണ്ട്, ഇമോജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റൊട്ടേഷൻ, അതിൻ്റെ സ്കെയില് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട പൊസിഷനിൽ നിങ്ങൾക്ക് മൂവ് ചെയ്ത് നിങ്ങൾക്ക് മ്യൂസിക്കോ ഓഡിയോസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ മ്യൂസിക് കാണാം. ഈ ഒരു മ്യൂസിക്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മ്യൂസിക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് മീഡിയ ഫയൽ എന്നുള്ളത് ജസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ആ ഒരു ഫയൽ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് ഈ ഒരു സ്പീഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ലോ മോഷൻ ആണെങ്കിൽ സ്ലോ മോഷൻ ആക്കാം. അതുപോലെ തന്നെ ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആക്കാം. ഫാസ്റ്റ് ഞാനിപ്പോൾ 4x ഇടുകയാണെങ്കിൽ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കേട്ടോ, ഫാസ്റ്റായി. അതുപോലെ തന്നെ അത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിവേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ ട്രാക്സ് നിങ്ങൾക്ക് ആഡ് എം ടി ട്രാക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രാക്ക് നിങ്ങൾക്ക് പുതുതായിട്ടൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയുള്ളൊരു ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ടെംപ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട്. ടെംപ്ലേറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് വീഡിയോ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയുള്ളൂ ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് പറയാനായിട്ട്. ഇനി നമുക്കിത് ഫൈനലി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു എക്സ്പോർട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമാറ്റ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ MP4 സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വാളിറ്റി, ബെറ്റർ, ഗുഡ്. അപ്പോൾ ക്വാളിറ്റി അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ശേഷം നിങ്ങൾ ഈ ഒരു എക്സ്പോർട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എക്സ്പോർട്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് 100% ലോഡായപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ഫൈൻഡ് ടാർഗറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്രീവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വാട്ടർമാർക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കാണുന്നില്ല. അപ്പോൾ വളരെ അടിപൊളിയൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എന്തെങ്കിലും കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഗൈസ് അത്രയുള്ള വീഡിയോ.